നമ്മുടെ നാട്ടിൽ മുഹറം 10 എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച പ്രത്യേകമായ ദുഃഖാചരണം നടത്തുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. മുഹറം 10 എന്നത് ഏതൊരു സോഷ്യൽ മീഡിയയിൽ അടിച്ചു കൊടുത്താലും അവിടെ കാണുന്നത് ആദ്യം ഷിയായിസത്തിന്റെ ചിഹ്നമാണ്, അഹ്ലുസുന്നത്തിന്റെ ചിഹ്നമല്ല. ഷിയായിസത്തിന്റെ ചിഹ്നമാണ്, അഹ്ലുസുന്നത്തിന്റെ ചിഹ്നമല്ല. അഹ്ലുസുന്ന പഠിപ്പിക്കണത് അത് ഏറ്റവും പ്രസിദ്ധമായ പ്രധാനമായ ദിവസമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠകരമായ നോമ്പുകളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? മുഹറത്തിലെ നോമ്പാണ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മുർ-റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം ഇൻഷാ അല്ലാഹ് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉമ്മത്ത് മുസ്ലിമെ ഉള്ളത്. നിരപരാധികളുടെ നിലവിളികളും വെടിമരുന്നിന്റെ ഗന്ധവുമാണ് ഇന്നും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. പിറന്ന വീടും പിച്ചവെച്ച മണ്ണും സംരക്ഷിക്കാൻ പാടുപെടുന്നവർ മുസ്ലിം ലോകത്ത് ധാരാളമായി നമ്മൾ കാണുകയാണ്. മറുവശത്ത് കിട്ടിയത് നുള്ളിപ്പെറുക്കി ജീവനം കൊണ്ട് ഓടുന്നവർ. തീർത്തും സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാലും അൽഹംദുലില്ലാഹ് അണഞ്ഞുപോയിട്ടില്ലാത്ത പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചമാണ് മുമ്പിലുള്ളത്. അല്ലാഹു അക്ബറു കബീറ. പ്രിയമുള്ളവരെ, മുസ്ലിം ലോകം അവരുടെ കലണ്ടർ മാറ്റി പുതിയത് വെക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വർഷം, വർഷം മുസ്ലിമിന്റെ ഒരു വർഷം ഇത് അവസാനിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ആ ദിവസങ്ങളിൽ നാം എന്താണ് പ്രവർത്തിച്ചത് എന്നത് ആലോചിക്കേണ്ടുന്നൊരു സാഹചര്യമാണ്. ഒരു വർഷം മാറിയിട്ടൊരു പുതിയ വർഷം വരുമ്പോൾ ഒരു വർഷത്തിൽ എന്താണ് നേടിയത് എന്നത് അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമുക്ക് ഒരു വയസ്സ് കൂടി. കഴിഞ്ഞ വർഷത്തെ കലണ്ടറിൽ നിന്ന് ഈ വർഷത്തെ ഹിജ്റ കലണ്ടറിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നമുക്കൊരു വയസ്സ് കൂടി. മരണത്തോട് നമ്മൾ കൂടുതലെടുത്തു, ഖബറിനോടും നമ്മുടെ വിചാരണയോടുമൊക്കെ. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ആയുസ്സിൽ നിന്നാണ് കുറയുന്നത്.
ഓരോ ദിവസം പിന്നിടുന്തോറും ഞാൻ ഖബറിലേക്കാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം പിന്നിടുമ്പോഴും എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ലോകമാണ് എന്നിലേക്ക് അടുത്തടുത്ത് വരുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, സമീപസ്ഥമായിരിക്കുന്നു. ഇനി വരാനുള്ളത് വിചാരണയാണ്. വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ. അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരുമാകുന്നു എന്ന് റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, നമ്മൾ ഒരുങ്ങിയോ, തയ്യാറാക്കിയോ? മരണത്തെ മുന്നിൽ കണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുവോ എന്ന് ആലോചിക്കേണ്ട സമയമാണത്. എന്തെല്ലാം നമ്മൾ ഒരുക്കുന്നു. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് അത് അപ്പുറത്തേക്കുള്ള പ്ലാനും പദ്ധതികളും ആസൂത്രണങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ആലോചിക്കാൻ. 5ഉം 6ഉം വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലെങ്കിൽ UKG പ്രായത്തിലുള്ള മക്കളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. എത്ര വർഷത്തിനപ്പുറത്തേക്ക് എന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് ലഭിക്കേണ്ടുന്ന വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും സുഖകരമായ ഒരു ജീവിതത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മരിച്ചാൽ എന്നെ അടക്കുന്ന ഖബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഒരുക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അല്ലാഹുൽ മുസ്തആൻ. പക്ഷെ നാം ഒരുക്കേണ്ടതിനെ പറ്റി അശ്രദ്ധ കാണിക്കുന്നിടത്തും നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പോകേണ്ടതുണ്ടെന്ന്. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? ഈ വാചകം ഓരോ ആൺകുട്ടികളും ഓരോ പെൺകുട്ടികളും ഹൃദിസ്ഥമാക്കി വെക്കേണ്ട വാക്കുകളാണ്. എന്റെ മുന്നിരിക്കണ എന്റെ മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് അള്ളാന്റെ ഈ കലിമത്താണ്. എന്താണെന്നറിയോ? വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد وجاءت سكرة الموت بالحق. മരണവെപ്രാളം, സക്രത്ത്, അത് യാഥാർത്ഥ്യവും കൊണ്ട് വന്നു കഴിഞ്ഞു എന്നാണ്. ذلك ما كنت منه تحيد. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്ര ഇതെന്നാണ്. കുടുംബം നിന്നെ മറപ്പിച്ചത് മരണത്തെയാണ്. സ്വത്തും സൗകര്യങ്ങളും നിന്നെ മറപ്പിച്ചത് മരണത്തെയാണ്. ഈ ദുനിയാവിലെ ഓരോ നിമിഷങ്ങളും എന്നെയും നിങ്ങളെയും മറപ്പിക്കുന്നത് മരണത്തെയാണ്. മരണത്തിനപ്പുറം വരാനിരിക്കുന്ന ജീവിതത്തെയാണ്. അത് വന്നു കഴിഞ്ഞു എന്നാണ്. അതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നമുക്കുണ്ടാകേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്യും. ദാലിക യൗമുൽ വഈദ്, അതാകുന്നു താക്കീദിന്റെ ദിവസം, ഒറ്റക്കൊറ്റക്കാകുന്ന ദിവസം. വാപ്പയും ഉമ്മയും മക്കളും ഇണകളും തുണകളുമെല്ലാം ഒറ്റക്ക് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം. മരണം, പിന്നീട് ബർസഖ്, അവിടുന്ന് അപ്പുറത്തേക്ക് ആഖിറ. പിന്നെയും പിന്നെയും നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം അതാണ്. അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ചിന്തയതാണ്. ഒറ്റക്കൊറ്റക്കായി നാം പോകുന്നൊരു ലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കിയത് എന്ന് ആലോചിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. ഞാന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ജീവിച്ചവരെ നമ്മൾ. ഈ നിമിഷവും എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ ഇണകൾക്കോ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കോ പരാതികൾ ഉണ്ടാകില്ല. കാരണം എന്താ അറിയോ? അവരുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവരെ നമ്മൾ. എന്നങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഇന്ന് മരിച്ചാൽ എന്റെയും നിങ്ങളുടെയും ആഖിറത്തിന് വേണ്ടി, മരണാനന്തര ലോകത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കിയത്? ശരിക്കും പ്രിയമുള്ളവരെ, അവനാന്റെ ഇണകളുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിലേറെ നമുക്ക് ആത്മാർത്ഥത വേണ്ടത് അവനവന്റെ ആഖിറത്തെ രക്ഷപ്പെടുത്തുന്നതിന്റെ വിഷയത്തിലല്ലേ? ശരിക്കും നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് എന്തിനാ പ്രിയമുള്ളവരെ? അങ്ങനെയുണ്ടല്ലോ, തൊബീഅയായി ഏതൊരാളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഏറ്റവും പ്രകൃതിപരമായി നാം അധികം സ്നേഹിക്കണം നമ്മളെ തന്നെയാണ്. എന്റെ നഫ്സിനെ നരകത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ട് നമുക്ക് എന്താ കിട്ടുക? നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ലോകത്ത് പുതിയ വർഷം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഹറാമുകൾ മാത്രമാണ്. ലോകത്ത് മുഴുവൻ ആളുകൾ അങ്ങനെയാണ്, ഹറാമിലായിട്ടാണ് പുതുവർഷത്തെ കൊണ്ടാടുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ വർഷാരംഭമായ മുഹറം ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ
ഷിആറുകളിൽപ്പെട്ട ഒന്നാണ് ഷഹറുല്ലാഹിൽ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ മാസം, പരിശുദ്ധമായ മാസം ഷഹറുല്ലാഹിൽ മുഹറം. അല്ലാഹു തആലയുടെ കിതാബിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം. സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 എണ്ണം വിലക്കപ്പെട്ട മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം. അതാകുന്നു വക്രതയില്ലാത്ത മതം, അഥവാ ഇതൊക്കെ നേരായ മതത്തിന്റെ നിയമമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ 4 മാസം പവിത്രമാണ്. ആ 4 മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും ഒക്കെ എത്രത്തോളം അവർക്ക് ഹൃദിസ്ഥമാണോ, എന്നാൽ നഊദുബില്ലാ പലപ്പോഴും മുഹറം, അറബി മാസങ്ങൾ ഉമ്മത്ത് മുസ്ലിമക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. നഊദുബില്ലാ അവനവന്റെ സ്വന്തം മാസത്തെക്കുറിച്ച് അവർ അപരിചിതരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ആലോചിക്കാത്തവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ മുഹറം എന്ന് പറയുന്നത് പവിത്ര മാസമാണ് എന്നതും വർഷത്തിന്റെ ആരംഭമാണ് എന്നതും വിസ്മരിച്ചവരാണ് മുസ്ലിം സമൂഹത്തിൽ പലരും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിലെ ഹിജറ കലണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഹിജറ വർഷം, ഹിജറ തീയതികളൊക്കെ കേവലം മുസ്ലിം സമൂഹം അവരുടെ ആൺമക്കളുടെ പെൺമക്കളുടെ കല്യാണത്തിന് ഉണ്ടാക്കുന്ന ലെറ്റർ, കത്തിൽ, കുറിയിൽ, കല്യാണക്കുറിയിൽ മാത്രം ഒതുങ്ങിയ ഒരു തീയതിയായി മാറിപ്പോയി. ജീവിതമായിട്ട് അറബി മാസത്തിനൊരു ബന്ധമില്ലാത്തതുപോലെ. നഊദുബില്ലാഹ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ മാസത്തിന്റെ പവിത്രതയെ അറിയാത്തവരും മനസ്സിലാകാത്തവരും ചോദ്യം ചെയ്യുന്നവരുമായി നഊദുബില്ലാഹ് ധാരാളം ആളുകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ പരിശുദ്ധമായ മുഹറം മാസത്തെ ഇന്നും ഞാൻ ഈ പറയുന്ന ഈ നിമിഷത്തിലും പലരും ശകുനത്തിന്റെ മാസമായി കടന്നു. നഹ്സിന്റെ മാസം. മുഹറം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുസ്ലിം സമൂഹത്തില്, കേരളത്തിൽ പ്രത്യേകിച്ച് പല ആളുകളും ഒരു 60-70% നിങ്ങൾ ആളുകൾ പരിശോധിച്ച് നോക്കി, ചോദിച്ചു നോക്കി, അന്വേഷിച്ചു നോക്കി, അത് നഹ്സിന്റെ ദിവസങ്ങളാണെന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, മാസം കാണുമെന്ന് പറഞ്ഞാൽ പുണ്യാണ്. മാസം കാണാൻ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് മാസം കാണുന്നിടത്ത്. അതിനുപോലും മുഹറം മാസത്തിൽ പലരും തയ്യാറാകാറില്ല. കാരണം എന്താ? ശകുനമാണ്, നഹ്സാണ് എന്നതിനാൽ. നഊദുബില്ലാഹ്. ഈ മാസം കാണാൻ പറ്റില്ല, കാരണം ഇതൊരു ദുശകുനത്തിന്റെ മാസമാണ്. എന്തിനേറെ അല്ലാഹു തആല പവിത്രമാണ് എന്ന് പറഞ്ഞ മുഹറം മാസത്തിന്റെ 1 മുതൽ മുഹറം മാസത്തിന്റെ 9 വരെ വീട് താമസം, കല്യാണം, യാത്ര, കച്ചവടം, എന്തിന് ഇബാദത്താകുന്ന ഉംറ പോലും നിർവഹിക്കാൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യം കാണിക്കാത്തൊരു സമൂഹം. എല്ലാം മാറ്റിവെക്കും. 1 മുതൽ 9 വരെ പറ്റൂല. കാരണം എന്താ? സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നഹ്സിന്റെ ദിവസങ്ങളാണ് അത്രയുന്ന. വല്ലാഹുൽ മുസ്തആൻ. ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകൾ. എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്താ അറിയോ? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അഥവാ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങളുടെ നഫ്സിൽ എന്ത് സംഭവിച്ചാലും, ആ സംഭവിക്കുന്നതൊക്കെ നാം അതിനെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതായിട്ടല്ലാതെ നേരത്തെ രേഖപ്പെടുത്തിയത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ എന്നാണ്. ഖദർ തഹ്ത മശീഅത്തില്ലാഹ്. എന്നെ ബാധിച്ച രോഗം, എന്നെ ബാധിച്ച മുസീബത്ത്, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ഞാൻ അനുഭവിക്കുന്ന സാമൂഹികമായ തിന്മകൾ, അരാജകത്വങ്ങൾ, എന്നെ വേട്ടയാടുന്നവർ എല്ലാം തഹ്ത മശീഅത്തില്ലാഹ്. എന്താ റബ്ബി എനിക്ക് മാത്രം എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കണം. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ളതാകുന്നു. തീർച്ചയായിട്ടും
എന്നിട്ട് പിന്നെ റബ്ബ് പറയാണ് വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല ദോഷവും വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇനിയോ താങ്കൾക്ക് അല്ലാഹു തആല വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ളവൻ അത്രയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ശകുനം, നഹ്സ് എന്ന വിശ്വാസം അത് ഇസ്ലാമികമല്ല. ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഒരു വിശ്വാസം ഒരാൾക്കില്ലെങ്കിൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നൊക്കെയുള്ള ചില ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അവന്റെ അമലുകൾ പോലും സ്വീകരിക്കപ്പെടാതെ പോകും. ഖദാ ഖദറിലുള്ള വിശ്വാസത്തിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഖബൂലിയത്ത്, സ്വീകാര്യത. വലിയ വിഷയമാണത്, വലിയ വിഷയമാണത്. പുറത്തിങ്ങനെ കാണാൻ കുറെ അമലുണ്ടാവും. ലാഹിറായി അയാൾ വലിയ ഇബാദത്തിന്റെ ആളായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ പലപ്പോഴും ശപിക്കുകയും പെറുപെറുക്കുകയും നീരസം പ്രകടിപ്പിക്കുകയും ചെയ്യും. ആരോട്? അല്ലാഹുവിനോട് തന്നെ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരിക്കൊരു മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഖദറിൽ വിശ്വാസമില്ലാത്തവന്റേത്, ഖദർ ഉൾക്കൊള്ളാത്തവന്റേത് അത് അള്ളാഹ്ക്ക് വേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വിഷയമാണത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വ്യക്തികളെയും മറ്റും ചൂണ്ടിക്കാണിച്ച് നഹ്സ് പ്രഖ്യാപിക്കുന്ന പ്രവണത പണ്ട് മുതൽക്കുണ്ട്. വ്യക്തികളിൽ നഹ്സ്, ദിവസങ്ങളിൽ നഹ്സ്, ചില മാസങ്ങളിൽ നഹ്സ്, ചില പ്രത്യേക പ്രദേശങ്ങളിൽ നഹ്സ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താരീതി ഇത് ശരിക്കും യഹൂദികളിൽ നിന്ന് കടന്നു വന്നതാണ്. നമ്മളെപ്പോഴും ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നിന്ന് കടന്നു വന്നതാണ്. ഈ ഉമ്മത്തിലേക്ക് അത് കടന്നു വരുന്നത് പിഴച്ച വിഭാഗമായ ആദ്യത്തെ ബിദ്ഈ കക്ഷികളിൽപ്പെട്ട ഒന്നായ ശിയഈകളിലൂടെ, റാഫിളകളിലൂടെയാണ്. ഷിയഈകളിലൂടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനകത്തേക്ക് പോലും ഇത് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അവർ കടത്തിക്കൂട്ടിയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. ഫഇദാ ജാഅത്തുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദി വഇൻ തുസിബുഹും സയ്യിഅത്തുൻ യത്തയ്യറു ബിമൂസാ വമൻ മഅഹ്. എന്നാൽ അവർക്കൊരു നന്മ വന്നാൽ അവർ പറയുമായിരുന്നു, നമുക്ക് അർഹതയുള്ളത് തന്നെയാണിത്. ഇനിയോ അവർക്ക് വല്ല തിന്മയും ബാധിച്ചുവെങ്കിലോ അവർ പറയും അത് മൂസയുടെ കൂടെയുള്ളവരുടെയും ശകുനപ്പിഴയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നോക്ക് നിങ്ങൾ, നബിമാരെ പോലും ശകുനമായി കണ്ടിരുന്നൊരു സമൂഹം, മുഅ്മിനീങ്ങളെ ശകുനമായി കണ്ടിരുന്നൊരു സമൂഹം, അതങ്ങനെ തന്നെ ഇന്നും അതുപോലെ വരും. ഇനി സൂറത്ത് യാസീനിലേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റൊരു പദം വെക്കാം. ഒരു പദം 36-ാം അധ്യായം സൂറത്ത് യാസീന്റെ 18-19 ആയത്തുകൾ വായിക്കുന്നിടത്ത് കാണും, ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും. അവര് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശകുനമായി കരുതുന്നു. ആരെക്കുറിച്ച്? വിശ്വാസികളെ കുറിച്ച്, നബിമാരെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച് അവർ പറയാണ്, നിങ്ങൾ ശകുനമായി ഞങ്ങൾ കാണുന്നു എന്ന്. അപ്പൊ നബിമാരിൽ ശകുനം കണ്ടവർ, മുഅ്മിനീങ്ങളിൽ ശകുനം കണ്ടവർ, ചില ദിവസങ്ങൾക്ക് ശകുനം കണ്ടവർ, ചില മാസങ്ങൾക്ക് ശകുനം കണ്ടവർ, ആ കണ്ടവരുടെ പാരമ്പര്യത്തിൽ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് വായ കൊണ്ട് പറയുന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഊദു ബില്ലാഹ്, അത് വലിയ അബദ്ധമാണ്, വലിയ അപകടമാണ്, തിരുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഷിയാക്കളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ നഹ്സിന്റെ വിശ്വാസം, ശരിക്കും അന്ധവിശ്വാസം എന്നതാണ്, മുഅ്മിനീങ്ങളിലേക്ക് കടന്നു വന്നത്, ക്ഷമിക്കണം, മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നത്, ഉമ്മത്ത് മുസ്ലിമയിലേക്ക് ഇത് കടന്നു വന്നത്. അവരുടെ ആശയം, ഷിയഈ ആശയം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായതാണ്. ആദ്യത്തെ ബിദ്ഈ കക്ഷി അത് ഖവാരിജാണ്, രണ്ടാമത്തെ കക്ഷി അത് ഷിയഇസമാണ്, മൂന്നാമത്തെ കക്ഷി അത് ഖദരിയത്താണ്, നാലാമത്തെ കക്ഷി മുർജിഅത്താണ്. ഈ 4 കക്ഷികളും 18ആയി പിളർന്നു. അങ്ങനെ 72 കക്ഷികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മത്ത് മുസ്ലിമ 73 കക്ഷിയാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ മാ അന അലൈഹി വഅസ്ഹാബി. എവിടുന്ന 72 വന്നത്? ഈ 4 കക്ഷികളുടെ പിളർപ്പാണ്. 4 × 18 72 കക്ഷികൾ. നഊദു ബില്ലാഹ്. ഷിയായിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷർറാണ്, ഏറ്റവും വലിയ ഷർറ് ഉമ്മത്ത് മുസ്ലിം അനുഭവിക്കാണ് അവരുടെ ഷർറ്. അവരുടെ വിശ്വാസമാണ് എന്താ അറിയോ, നമ്മുടെ നാടുകളിൽ ഈ അബദ്ധധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഷിയഈ സ്വാധീനത്തിന്റെ അടയാളങ്ങളായി
ഇപ്പോഴും കാണാം കലണ്ടറുകളിൽ. നിങ്ങൾ പരിശോധിച്ച് നോക്കി, കലണ്ടറുകളിൽ പ്രത്യേകിച്ച് ഒടുവിലത്തെ ബുധൻ. ഇന്നും മുസ്ലിം സമൂഹത്തിൽ ഈ സീസൺ വന്നാൽ യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഒരുപാട് ആളുകൾ, പുരോഹിത വേഷം ധരിച്ച ആളുകൾ വന്ന് ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒടുവിലത്തെ ബുധൻ എത്രത്തോളം നിങ്ങൾ എഴുതി കലണ്ടറിൽ അവസാനം റമദാനിലും നഹ്സ്, ദുൽഹജ്ജ് മാസത്തിലും നഹ്സ് എഴുതിപ്പോയപ്പോ ദുൽഹജ്ജ് 9 വരെ നഹ്സ്. നഅൂദു ബില്ലാഹ്. എല്ലാം നഹ്സാക്കി മാറ്റിയവർ. സത്യത്തിൽ പവിത്രമാസമായിട്ടാണ് അല്ലാഹു തആല ഈ മുഹറം മാസത്തെ എണ്ണിയത്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ചെയ്യുന്ന നന്മകൾ അതുപോലെ തിന്മകൾ അതിനനുസരിച്ച് പ്രതിഫലം ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ചില ദിവസങ്ങൾ നമ്മിലേക്ക് വരാണ്ട്. ഈ മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങൾ വളരെ പവിത്രമായ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ആശൂറ, താസുഅ, അങ്ങനെ 9-10 താസുഅ, ആശൂറ 9-10 ദിവസങ്ങളിൽ നോമ്പ്. അത് പുണ്യകരമായ ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും മുഹറം 10 ആശൂറ. നമ്മുടെ നാട്ടിൽ മുഹറം 10 എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച പ്രത്യേകമായ ദുഃഖാചരണം നടത്തുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. മുഹറം 10 എന്നത് ഏതൊരു സോഷ്യൽ മീഡിയയിൽ അടിച്ചു കൊടുത്താലും അവിടെ കാണുന്നത് ആദ്യം ഷിയായിസത്തിന്റെ ചിഹ്നമാണ്, അഹ്ലുസുന്നത്തിന്റെ ചിഹ്നമല്ല. ഷിയായിസത്തിന്റെ ചിഹ്നമാണ്, അഹ്ലുസുന്നത്തിന്റെ ചിഹ്നമല്ല. അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് അത് ഏറ്റവും പ്രസിദ്ധമായ പ്രധാനമായ ദിവസമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠകരമായ നോമ്പുകളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? മുഹറത്തിലെ നോമ്പാണ്. ഇമാം മുസ്ലിമും അബൂദാവൂദും ഒക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതാണത്. മാത്രമല്ല, ഈ ദിവസത്തെ കുറിച്ച് പറയുന്നിടത്ത് അതിന്റെ പേരിൽ തന്നെ പവിത്രത ഉണ്ട്. യൗമുൻ സ്വാലിഹ് എന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത് കാണാം. ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നു. ഫറഅ അൽ യഹൂദ തസൂമു യൗമ ആശൂറ. അപ്പോൾ യഹൂദന്മാർ ആശൂറ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല, നബി ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യൗമുൻ സാലിഹ്, ഇത് ഒരു നല്ല ദിവസമാണ്. എന്നിട്ട് അവര് പറഞ്ഞൊരു കാരണം എന്തറിയും? ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസിയാമഹു മൂസ. അല്ലാഹു തആല ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിനാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് വിൽക്കണത്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, ഫഅന അഹഖു ബിമൂസാ മിൻകും. എന്നാൽ നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തുടരാൻ അർഹതപ്പെട്ടവൻ ഞാനാണ്. ഫസ്വാമഹു വഅമറ ബിസിയാമിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഈ വാക്കുകൾ മനസ്സിലുണ്ടാകണം. എന്നാൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദന്മാരെ അനുകരിച്ചിട്ടല്ല നോമ്പ് നോറ്റത്, ആശൂറ നോമ്പ്. പിന്നെ നബി അവരോട് എതിരാകുക ചെയ്തു. അതിനു മുമ്പൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ആശൂറ നോമ്പ് എന്നുള്ളത് യഹൂദന്മാർ മാത്രം നോറ്റിരുന്നൊരു നോമ്പല്ല, മക്കയിലെ ജാഹിലിയത്തിലെ ഖുറൈശികൾ പോലും നോറ്റിരുന്ന നോമ്പാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖുറൈശികൾ ജാഹിലിയത്തിൽ ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മദീനയിൽ വന്നപ്പോഴും അനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് ആ നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശൂറ നോമ്പിന്റെ നിർബന്ധം എന്ന ഹുക്മ് അത് ഇല്ലാതാവുകയും അതൊരു തതവ്വു, ഒരു ഐച്ഛിക കർമ്മമായി മാറുകയും ചെയ്തു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം.
അഥവാ റമദാനിന് നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശൂറ നോമ്പിന്റെ നിർബന്ധം എന്ന ഹുക്മ് ഇല്ലാതായിപ്പോയി. അതുവരെ ആശൂറ നോമ്പ് എന്തായിരുന്നു? നിർബന്ധമായിരുന്നു. ജാഹിലിയത്തിലെ മക്കത്തെ മുശ്രിക്കുകൾ അവർ നിസ്കരിച്ചിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ തവാഫ് ചെയ്തിരുന്നു, അവർ സഅയ് നടത്തിയിരുന്നു, എന്നതുപോലെ തന്നെ അവർ നോമ്പ് നോറ്റിരുന്നു എന്നാണ്. അവർ നോമ്പ് നോറ്റതിന്റെ ഉദാഹരണമാണ് ആശൂറ നോമ്പ്. എന്നാൽ അവർ മുശ്രിക്കുകളാണ്. കാരണം എന്താ? അവർ അല്ലാഹു തആലയിൽ പങ്കുചേർത്തിരുന്നു എന്നതുകൊണ്ട് തന്നെ. വല്ലാഹു തആല അഅലം. അതായത് നിർബന്ധമായും എടുക്കണമെന്ന വിധി അതോടുകൂടി ഇല്ലാതായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് നഹ്സിന്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് തട്ടല്ല. പിന്നെയോ പരമാവധി അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടത് മാത്രം പ്രവർത്തിക്കാനും ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും എല്ലാ മാസവും ശ്രദ്ധിക്കണ പോലെ തന്നെ ഈ മാസത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ നന്മകളും ആകാം. ഉംറക്ക് പോകാൻ പറ്റുന്ന ആളുകൾക്ക് ഉംറക്ക് പോകാം. ഏതെല്ലാം ഹൈറുകൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഇനി ഭൗതികമായി അവനവന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിന് ആവശ്യമായ മഈശത്തിന് വേണ്ടി ഹലാലും തൊയ്യുവുമായ എന്ത് പ്രവർത്തനത്തിനും ഒരാൾക്ക് ഏർപ്പെടാം. ഒരു തടസ്സമില്ല, ഒരു നഹ്സുമില്ല. അത് തനിച്ച ശിഈ വിശ്വാസമാണ്. പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോമ്പിന് വലിയ മഹത്വമുണ്ട്. നോമ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ നോമ്പിന് വലിയ മഹത്വമുണ്ട്. ആ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടെന്ന് വെച്ചാല് ചെറു പാപങ്ങളൊക്കെ പൊറുപ്പിക്കുമെന്നാണ്. വൻപാപങ്ങളല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും പൊറുപ്പിക്കും. ഏത്? ഈ നോമ്പിലൂടെ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് അദ്ദേഹം അതിന് ശറഹ് പറയാണ്. നോക്കൂ, നിങ്ങൾ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 1162 ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുഇല, നബിയോട് ചോദിക്കപ്പെട്ടു, അൻ സിയാമി യൗമി ആശൂറ, ആശൂറ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. മക്കളെ, ആശൂറ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. ഏത് ദിവസം ആശൂറ നോമ്പ്? മുഹറം 10. മുഹറം 10. അപ്പൊ എന്നാ മുഹറം 10? നിങ്ങൾ ഇന്ന് മുതൽ അറിഞ്ഞു വെക്കണം. എപ്പോഴാണ് മുഹറം ആകുക, എപ്പോഴാണ് 2, 3, 4, 5, 6 എന്ന് നമ്മൾ അറിയണം, പഠിക്കണം. അപ്പൊ അതേതാ ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് അറിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അത് പൊറുപ്പിക്കുന്നു. ഏതാ പാപം? ചെറുപാപങ്ങളാണ്. എന്നാൽ അതേ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ 1976 നമ്പർ ഹദീസിൽ ഇത്ര കൂടി കാണാം, ഖബ്ലഹു എന്നാണ്. അപ്പൊ കഴിഞ്ഞതും പൊറുപ്പിക്കും, വരാനിരിക്കുന്നതും പൊറുപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു നിർബന്ധ ബുദ്ധിയോടെ തന്നെ ഈ നോമ്പെടുക്കാൻ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളെ കൊണ്ട് അത് എടുപ്പിക്കാൻ കൂടിയുള്ള ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം. കാരണം എന്താ അറിയോ, അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പോറ്റുള്ള മെച്ചന്തരങ്ങള് വൈകുന്നേരത്ത് പുരയില് ഉമ്മ ഉണ്ടാക്കി തരുന്ന പത്തിരി, ഇറച്ചിയും ബിരിയാണിനെ കുറിച്ചല്ല ചർച്ച. പിന്നെ അറിയോ, അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 ഖരീഫ്, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് ആ നോമ്പ് നോറ്റവൻ അകറ്റി നിർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70 വർഷം നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും ഒരു നോമ്പുണ്ട്, ഒരു നോമ്പ്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. എന്റെ ഭാര്യ നരകത്ത് നിന്ന് അകറ്റി നിർത്തപ്പെടണം, എന്റെ ഭർത്താവ് അകറ്റി നിർത്തപ്പെടണം, എന്റെ മക്കൾ നരകത്ത് നിന്ന് അകറ്റി നിർത്തപ്പെടണം എന്നൊരു ജാഗ്രതാ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഈ ഒരു മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടുന്ന, നാം പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, 2 ഹിജറകളെ ഈ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നമ്മൾ ഓർക്കുകയാണ്. ഒന്ന് സയ്യിദുന കലീമുല്ലാഹി റസൂലുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലികളുമായി ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടത് നമ്മൾ നേരത്തെ ഹദീസിൽ മനസ്സിലാക്കിയതുപോലെയാണ്.
രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഖലീലായ ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതുമായി ബന്ധപ്പെടുത്തി ആ ഹിജറ എന്ന സംവിധാനത്തെ ക്രമീകരിച്ചതും ഈ മുഹറവുമായി ബന്ധപ്പെട്ടു. ദീനിൽ ഹിജറ എന്ന് പറയുന്നത് ഒരു കേവല വർത്താനല്ലത്. പലപ്പോഴും ആളുകൾക്ക് ഹിജറ എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ആധുനിക കാലത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പേടിയാണ്. ഹിജറ എന്ന് പറയാൻ പേടിയാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ ശരിക്കും ദീനിൽ ത്യാഗത്തിൻ്റെതാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ അത് ത്യാഗമാണ്. ദീനനുസരിച്ച് മാത്രം ജീവിക്കണം എന്ന ആഗ്രഹത്തിൻ്റെതാണ് ശരിക്കും ഹിജറ എന്ന് പറഞ്ഞത്. ഹിജറ എന്ന് പറഞ്ഞതാണ് ദീനനുസരിച്ച് മാത്രം ജീവിക്കണം. ശരിക്കും ആരാണ് മുഹാജിർ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാം, വൽ മുഹാജിർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിനെ വെടിയുന്നുവോ അവനാണ് മുഹാജിർ. അല്ലാഹ് വേണ്ടെന്ന് പറഞ്ഞതിനെ വേണ്ടെന്ന് വെക്കുന്നവനാണ് മുഹാജിർ. അല്ലാഹ് ഹറാമാണെന്ന് പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവനാണ് മുഹാജിർ. പ്രിയമുള്ളവര്, നമ്മൾ മുഹാജിറുകളാകണം. ഹിജ്റ എന്നാണ് ശരിക്കും അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുക, വെടിയുക. അള്ളാഹ്ക്ക് വേണ്ടി പലിശ ഹറാം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുക. ഹറാമെന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക. നമുക്ക് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായോ? ഇല്ലെങ്കിൽ ഉണ്ടാകണം. ഇപ്പോ ഈ പുതിയ ഹിജറ വർഷം ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നിടത്ത്, അത് നമ്മിലേക്ക് കടന്നു വരുന്നിടത്ത് നമുക്ക് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകണം. എത്രത്തോളം കാര്യങ്ങള് അല്ലാഹു തആല ലോകത്ത് മറ്റ് പലർക്കും നൽകാത്ത വലിയ നിഅമത്തായ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ആ ദീനിന്റെ അഹലുകാരാക്കി അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഹലുകാരായി അല്ലാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തു. ആ ഹിദായത്ത് കിട്ടിയത് മുറുകെ പിടിക്കാൻ, നിലനിർത്താൻ, നഷ്ടപ്പെടാതിരിക്കാൻ നാം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും വേണം. കാരണം എന്താ അറിയോ, ദീനെന്ന് പറഞ്ഞാല് നമ്മൾ ഇരിക്കുന്നിടത്ത് പോലും നമ്മളെ മനസ്സിലെപ്പോഴും വരാത്തത് ദീനിന്റെ ഗൗരവമാണ്. അള്ളാഹ് എനിക്ക് തന്നത് എന്താന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാണ്ടല്ലോ, അൽഹംദുലില്ലാ, അയാള് കണ്ണീരോടുകൂടിയല്ലാതെ ഒരു നിമിഷം അള്ളാഹ് കളിശുക്ർ ചെയ്യൂല. അത്ര വലിയ നിഅമത്ത്. ഒരു വിഗ്രഹത്തിന്റെയും ഒരു ജാറത്തിന്റെയും ഒരു കുരിശിന്റെയും ഒന്നിന്റെയും മുന്നിലേക്ക് എത്താതെ എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ അള്ളാഹു നൽകിയൊരു തൗഫീഖ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അത് നിലനിർത്താൻ നമ്മൾ പണിയെടുത്തേ പറ്റൂ. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പണിയെടുത്തേ പറ്റൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ജീവിതം മാത്രം മതി നമുക്ക് എന്ന് തീരുമാനമുണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിക്കൂ, റബ്ബിന്റെ മാർഗത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം അവര് വിട്ടുപോയി. ആര്? സ്വഹാബത്ത്. എന്തിനു വേണ്ടി വിട്ടുപോയത്? രാഷ്ട്രത്തിന് വേണ്ടിയല്ല. ഇസ്ലാമിക സ്റ്റേറ്റ് അവിടെ രൂപീകരിക്കപ്പെടും, ഇസ്ലാമിക സ്റ്റേറ്റിന് വേണ്ടിയല്ല. എന്തിനു വേണ്ടി? അള്ളാന്റെ ദീന് കിട്ടിയ തൗഹീദ്, സുന്നത്ത്, മൻഹജു സലഫ്, അഹ്ലുസുന്ന വൽ ജമാഅ, അത് മുറുകെ പിടിക്കാനാണ് ഹിജറ പോയത്. ദീന് മുറുകെ പിടിക്കാൻ. സ്വഹാബത്ത് ദീന് മുറുകെ പിടിക്കാനാണ് ഹിജറ പോയത്. ഒരു ഭൗതിക ലാഭവും അവിടെ ഹിജറയിൽ ഉണ്ടായില്ല. സുഹൈബ് ബിൻ സിനാനുർ റൂമി റളിയല്ലാഹു തആല മക്കക്കാരൻ പിടിച്ചു വെച്ചു. എല്ലാം അവിടെ കൊടുത്തിട്ട് അദ്ദേഹം രക്ഷപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബിഹൽ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം ലാഭത്തിലായി. കാരണം എന്താ? സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും ആ മക്കയിലെ കുഫാറുകൾക്ക് വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടി എന്നറിയോ? ആദർശത്തെ നിലനിർത്താൻ, ആദർശത്തെ സംരക്ഷിക്കാൻ ദുനിയാവിന് അദ്ദേഹം കച്ചവടം ചെയ്തു. ഏതിനു വേണ്ടി? ആഖിറത്തിനു വേണ്ടി. അല്ലാഹു തആല ആ സ്വഹാബികളെ കുറിച്ച് അത്തരം വിഷയത്തിൽ ആയത്ത് പുലർത്തി. സുബ്ഹാനല്ലാഹ്. നമ്മളിവിടെ നമ്മുടെ താല്പര്യങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒന്ന് വെടിഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന് നമുക്ക് മുൻഗണന നൽകാനാകണം. സുബ്ഹാനല്ലാഹ്. ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ബോധം, അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന ഒരു വിശാലമായ ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. നമുക്ക് ഓരോ കുട്ടികൾക്കും ഹൃദിസ്ഥമുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചിട്ട് തൗർ ഗുഹയിൽ ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്.
അവിടെ കൂടെയുള്ളത് അബൂബക്കർ സിദ്ദീഖാണ്, ഉമ്മത്തിന്റെ നേതാവാണ്. ഒന്ന് ലോകത്തിന്റെ നേതാവ്, രണ്ടാമത്തത് ഉമ്മത്തിന്റെ നേതാവ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുകളിൽ ശത്രുക്കളുടെ കാൽപെരുമാറ്റം, താഴേക്ക് നോക്കിയാൽ അവർ കാണും. അദ്ദേഹം ചോദിക്കാൻ, നബിയെ അവര് നമ്മളെ കണ്ടാലോ? തങ്ങളിരിക്കുന്ന ഗുഹയുടെ അടുത്ത് ശത്രുക്കൾ എത്തിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നബിയെ അവര് നമ്മളെ കണ്ടാലോ? നമ്മൾ പിടികൂടപ്പെടൂലേ എന്നാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. അപ്പൊ നബി പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഈ വാക്കാകണം ഈ രാജ്യത്തെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്താ വാക്കെന്നറിയോ? മാ ളന്നുക യാ അബൂബക്കർ, നിങ്ങൾ എന്താണ് അബൂബക്കറെ മനസ്സിലാക്കണത്, വിചാരിക്കണത്? ബിഇസ്നൈനില്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അല്ലാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ? നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്നാണ്, നമ്മുടെ കൂടെ റബ്ബുണ്ട്. ഈ സന്ദർഭത്തെ അല്ലാഹു തആല ലൈവായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ 40-ാമത്തെ ആയത്ത് ലോകത്തിന് മുഴുവനും പാഠമായി. റബ്ബ് കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട്. ദുഃഖത്തിലും പ്രയാസത്തിലും ആനന്ദത്തിലും ആശ്വാസത്തിലും ഏത് സാഹചര്യത്തിലും എനിക്കെന്റെ റബ്ബ് കൂടെയുണ്ട്. എന്തായത്? ഇത് അഖ്റജഹുൽ ലദീന കഫറു ഥാനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ടാള് സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം രണ്ടുപേരിൽ ഒരാൾ ആയിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അഥവാ അവർ രണ്ടുപേരും അവർ ആ ഗുഹയിലായിരുന്നപ്പോൾ, യഖൂലു ലിസാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടാളിയായ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മുടെ ഭാര്യയോട് പറയേണ്ടതാണ്, ഭർത്താവിനോട് പറയേണ്ടതാണ്, പൊന്നുമക്കളോട് പറയേണ്ടതാണ്, പ്രയാസപ്പെടുന്നവരോട് പറയേണ്ട വാക്കതാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റബ്ബ് കൂടെ ഉണ്ടോ? ഏത് പ്രയാസത്തിലും അല്ലാഹു കൂടെയുണ്ട്, ഏത് പ്രതിസന്ധിയിലും റബ്ബാണ് തുണ. രണ്ടാമത്തെ എന്തറിയോ? അത് കുറച്ചധികം പറയാനുള്ളതാണ്, ഖുതുബയുടെ സമയം നമുക്ക് തീരാൻ. രണ്ടാമത്തൊന്ന് സാഹോദര്യമാണ്. ഹിജ്റയിൽ കാണുന്നൊരു സാഹോദര്യമുണ്ട്. ചെന്ന് കേറുന്ന മുഹാജിറുകളെ ജീവിതം നൽകി സ്വീകരിക്കുന്ന ഒരു അൻസാർ. നോക്കി നിങ്ങൾ സൂറത്ത് ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിൽ ഇത് കാണാൻ പറ്റും. സ്വീകരിക്കാൻ, ഈന്തപ്പനത്തോട്ടങ്ങളെ പകുത്തു നൽകാൻ, വീട് രണ്ടാക്കി കൊടുക്കാൻ, ഒരു വീട്ടിനകത്ത് ഒരു റൂമേ ഉള്ളെങ്കിൽ കർട്ടൻ ഇട്ടിട്ട് രണ്ടാക്കി കൊടുക്കാൻ, ഭാര്യമാർ എണ്ണത്തിൽ കൂടുതലുള്ളവർ മുഹാജിറിനോട് ചോദിക്കാണ്, ഇതിൽ ആരെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടത്? ഞാൻ തൊലാഖ് ചൊല്ലിട്ട് നിങ്ങൾക്ക് കെട്ടിച്ചു തരാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സാഹോദര്യം, സാഹോദര്യം, ദീനിന്റെ പേരിലുള്ള സാഹോദര്യം, തൗഹീദിന്റെ പേരിലുള്ള സാഹോദര്യം, സുന്നത്തിന്റെ പേരിലുള്ള സാഹോദര്യം. ഒരിക്കലും അവർ പരിഹസിച്ചില്ല, പരദൂഷണം പറഞ്ഞില്ല, ഏഷണി പറഞ്ഞില്ല, കുത്തുവാക്ക് പറഞ്ഞില്ല. അള്ളാന്റെ ദീനിലാണോ ചേർത്ത് പിടിച്ചു. അൻസാർ, അവരെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയ സ്വഹാബ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം പാഠങ്ങൾ ഹിജ്റയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു തആല അലം. റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടത് മാത്രം മദീന തീരുമാനിക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.